സേതുകൃഷ്ണൻ, എങ്ങനെയാണ് ABVP ഈ സംഭവത്തെ വിലയിരുത്തുന്നതും മനസ്സിലാക്കുന്നത്? കാരണം അശ്രദ്ധയെന്നോ അല്ലെങ്കിൽ അബദ്ധം പറ്റിയതെന്നോ, വെറുതെ ഒരു അബദ്ധം അല്ലെങ്കിൽ അറിയാതെ ഒരു അബദ്ധം പറ്റിയതെന്നോ പറഞ്ഞ് തള്ളിക്കളയാവുന്ന ഒന്നല്ലല്ലോ. ഒരിക്കലുമല്ല. ഒരു രാജ്യത്തിന്റെ, നമ്മളുടെ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള നമ്മളുടെ ഭൂപടത്തെ വികലമായി ചിത്രീകരിക്കുന്നത് ഒരു രാജ്യദ്രോഹ പ്രവർത്തനം തന്നെയാണ്. പക്ഷെ ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ തുടർച്ചയായി ഉണ്ടാവുന്ന സമയത്ത് അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളത് വേദനാജനകമാണ്. അതുപോലെ തന്നെ ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നവർക്ക് അതൊരു പ്രോത്സാഹനം കൂടിയായി മാറുകയാണ്. നമ്മൾ ഈ അടുത്തിടെ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. കേരളത്തിലെ ഒട്ടും മിക്ക സർവകലാശാലകളിലും അതുപോലെ തന്നെ ക്യാമ്പസുകളിലും ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന മാഗസീനുകളിലടക്കം നമ്മളുടെ രാജ്യത്തിന്റെ ദേശീയഗാനത്തെ അപമാനിച്ചുകൊണ്ട്, രാജ്യത്തിന്റെ പ്രതിജ്ഞയെ അപമാനിച്ചുകൊണ്ട്, രാജ്യത്തിന്റെ ഭൂപടങ്ങളെ അപമാനിച്ചുകൊണ്ട്, അങ്ങനെ നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രതിബിംബങ്ങളായിട്ടുള്ള ഓരോന്നിനെയും അവഹേളിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് രാജ്യദ്രോഹം, നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളുടെ ലേഖനം വരെ, നമ്മളുടെ രാജ്യത്തെ സൈനികർ ജമ്മു കാശ്മീരിൽ പീഡനങ്ങൾ നടത്തുന്നു, ക്രൂരത കാണിക്കുന്നു എന്ന് പറയുന്ന പാഠഭാഗം വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുന്ന സാഹചര്യം നിലവിൽ നമ്മളുടെ സർവകലാശാലകളിലുണ്ട്. അപ്പോൾ ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക്, ഈ രാജ്യത്തിന് എതിരെയുള്ള പ്രവണതകൾക്ക് എല്ലാ വിധത്തിലുമുള്ള സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ തയ്യാറാകുകയാണ്. അതിനെതിരെ ഒരു നടപടിയും എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളാണ്, ഇത്തരം പ്രവണതകൾ അധ്യാപകർക്കിടയിലായിക്കോട്ടെ മറ്റ് വിദ്യാർത്ഥികൾക്കിടയിലായിക്കോട്ടെ എല്ലാവരും ഉണ്ടാക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണം. നേരത്തെ ഗോപകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ സംസ്ഥാന ഏജൻസികളുടെ ഭാഗത്തു നിന്നോ ഇതിനെതിരെ പ്രത്യേകമായിട്ടുള്ള അന്വേഷണം നടക്കുമായിരിക്കും. പക്ഷെ അതിനെതിരെ ഒരു നടപടി ഉണ്ടാവുമെന്ന് ABVP വിശ്വസിക്കുന്നില്ല. ഇതിൽ കൃത്യമായിട്ടുള്ള കേന്ദ്ര ഇടപെടലുകൾ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും വരും ദിവസങ്ങളിൽ ABVP സ്വീകരിക്കും.